സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, വിദ്യാർത്ഥികളെ, ജ്യോതിശാസ്ത്രത്തിലും ഹസ്തരേഖയിലും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മകയിര നക്ഷത്രത്തിന്റെ വിശേഷങ്ങളാണ്. നമ്മൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ സാമാന്യ ഫലങ്ങൾ. ഇന്ന് മകയിര നക്ഷത്രത്തിന്റെ ദശാഫലങ്ങളാണ് പറയാൻ പോകുന്നത്. എന്താണ് മകയിര നക്ഷത്രം? മകയിര നക്ഷത്രത്തിന് എല്ലാ നക്ഷത്രങ്ങളെ പോലെ 4 കൂറുണ്ട്. അത് ആദ്യത്തെ കൂറ് ഇടവക്കൂറും, രണ്ടാമത്തെ കൂറ് മിഥുനക്കൂറുമാകുന്നു. ഇടവക്കൂറിന്റെ സ്വാധീനം ശുക്രനാണ്. ആയതുകൊണ്ട് ഇടവക്കൂറിൽ ജനിച്ചവർ കലാകാരും അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരും എഴുത്തുകാരും ജ്ഞാനികളും തൻ്റെ ബുദ്ധിശക്തി കൊണ്ട് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ഗ്രഹിച്ചു കൊടുക്കാൻ ഉള്ള ശക്തിയുള്ളവരും ആയിരിക്കും. സ്ത്രീകളാണെങ്കിൽ വളരെ മിടുക്കരും കുടുംബസ്നേഹികളും ഭർതൃമതികളും സന്താനങ്ങളെയും മറ്റ് കുടുംബാംഗങ്ങളെയും വളരെ സ്നേഹിക്കുന്നവരായിരിക്കും ഇടവക്കൂറുകാർ. മിഥുനക്കൂറുകാരും അതുപോലെ തന്നെയാണ്. മിഥുനക്കൂറുകാർക്ക് ചിലവർക്ക് സ്വല്പ പൊക്കം കാണപ്പെടുന്നു. മിഥുനക്കൂറുകാരും മിഥുനക്കൂറിന്റെ സ്വാധീനം ബുധനിലും ഇടവക്കൂറുകാർക്ക് ശുക്രനിലുമാണ് സ്വാധീനം. അപ്പം ബുധനും ശുക്രനും, 2 കൂറുകൾക്ക് ഇടവക്കൂറിന് ശുക്രനും മിഥുനക്കൂറിന് ബുധനുമാണ് സ്വാധീനം. അപ്പം ബുധശുക്രന്മാരെന്ന് തന്നെ പണ്ഡിതന്മാരാണല്ലോ. അപ്പോൾ മിഥുനക്കൂറുകാരും ഗ്രന്ഥരചന, ഗാനം, സാഹിത്യം, സംഗീതം, നൃത്തം എന്നിവയിൽ അവർ പ്രത്യേക ജ്ഞാനികളായിരിക്കും. അവർ സമൂഹത്തിന് വേണ്ടുന്ന വളരെ ജ്ഞാനങ്ങളും നല്ല നല്ല എഴുത്ത് ഗ്രന്ഥങ്ങളും നല്ല നല്ല സന്ദേശങ്ങളും മനുഷ്യർക്ക് എത്തിക്കും. ബുധന്റെ സ്വാധീനമുള്ളതുകൊണ്ട് ഇവർ പലരും സാറന്മാർ, ടീച്ചേഴ്സ്, ബാങ്കിൽ ജോലിയുള്ളവർ, ഡോക്ടർ, എഞ്ചിനീയേഴ്സ്, ഇങ്ങനെ അവരവരുടെ കഴിവ് അല്ലെങ്കിൽ അവരവരുടെ ജീവിതചര്യ അവരവരുടെ ബുദ്ധിശക്തി കൊണ്ട് ജോലികൾ നോക്കുന്നവരായിരിക്കും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മിഥുനം ഇടവൻ രാശിക്കാർ ഒരു കുടുംബിനികളാണ്. അവർക്ക് കുടുംബസ്നേഹത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മകയിര നക്ഷത്ര ജാതകർ ചൊവ്വാദശയിലാണ് ജനനം. ചൊവ്വ 7 കൊല്ലമാണ് പറഞ്ഞിട്ടുള്ളത്. ഇടവക്കൂറുകാർക്ക് ഏതാണ്ട് ഒരു 4 കൊല്ലം ജന്മശിഷ്ടം കിട്ടും. അതുപോലെ മിഥുനക്കൂറുകാർക്കും 1 വർഷം കിട്ടും. അങ്ങനെ ചൊവ്വാദശയിൽ ജനിക്കുന്ന ഇവർക്ക് ആദ്യം 1.5-2 വയസ്സ് വരെ ബാലപീഡയും ശേഷം കുടുംബത്തിന് അഭിവൃദ്ധിയും ഭാഗ്യങ്ങളും ഉണ്ടാകും. ചൊവ്വയ്ക്ക് ഭൂമികാരകത്വവും കൂടെ ഉള്ളത് കൊണ്ട് രക്ഷകർത്താക്കൾക്ക് ചെറിയ ഭൂമി കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ അധ്വാനത്താലോ വന്നു ചേരും. അടുത്ത് രാഹുർ ദശ 18 കൊല്ലം. അപ്പം രാഹുർ ദശ ഏതാണ്ട് 21 വയസ്സ് വരെ കാണും. സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അതിൽ രാഹുർ ദശയുടെ സ്വകാലകാലം അത്ര നന്നായിരിക്കുകയില്ല. ഒരു 8 വയസ്സിന് ശേഷം ഇവർക്ക് പഠനപുഷ്ടി, കുടുംബപുഷ്ടി, സ്ത്രീകൾക്കാണെങ്കിൽ 12-13 വയസ്സിൽ പുഷ്പിനി ലക്ഷണം, പിന്നെ 15, 17, 19, 21 ഈ കാലങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ പഠനം, അവർക്ക് സാങ്കേതിക പഠനങ്ങൾ എന്നിവയെല്ലാം അനുഭവമാകുന്നു. ഈ ദശയിൽ ഇടവിട്ട് ത്വക്ക് രോഗങ്ങളും കരപ്പൻ മുതലായ രോഗങ്ങളും ഉണ്ടാകും. എങ്കിലും ഈ ദശ സർപ്പൻ അനുകൂലമായി നിൽക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും. പ്രതികൂലമായിരിക്കുന്നവർക്കും ദോഷങ്ങൾ ചെയ്യുകയില്ല. എന്ന സർപ്പരാജാവിന് യഥാവിധി പൂജകൾ നടത്തി ഈ ദശയിലെ ദോഷങ്ങൾ മാറ്റിക്കൊള്ളുക. അടുത്ത് വ്യാഴദശ 16 കൊല്ലം. വ്യാഴൻ നല്ല ഭാഗങ്ങളിൽ നിന്നാൽ ഇവർക്ക് ഏറ്റവും ഉത്തമമാകുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ 23-24 ഉദ്യോഗവും വിവാഹവും
ഉണ്ടാകും. പുരുഷനാണെങ്കിൽ 25-ന് ശേഷം നല്ല ഉദ്യോഗവും വിവാഹബന്ധങ്ങളും അനുഭവം. ഇടവിട്ട് വിദേശവാസങ്ങൾ ചെയ്യാനുള്ള യോഗവും ഈ വ്യാഴദശയിൽ ഉണ്ടാകും. അങ്ങനെ 28, 29, 30, 31 ഈ കാലങ്ങളിൽ അവർക്ക് ഗ്രഹയോഗം, വ്യാഴന്റെ സ്വാധീനം കൊണ്ട് ഗ്രഹയോഗം, സന്താനയോഗം, നല്ല ഭാര്യ പത്ര സിദ്ധികൾ ഉണ്ടാകും. വ്യാഴദശ കഴിഞ്ഞാൽ അടുത്ത ശനിദശയാണ് വരുന്നത്. ശനിയുടെ തുടക്കത്തിൽ അല്പ ദുരിതങ്ങൾ ഉണ്ടാകുമെങ്കിലും ശനി 19 കൊല്ലമാണ്. അവർക്ക് വളരെ മേന്മയായിരിക്കും. ശനി ചതിക്കുകയില്ല. ആദ്യത്തെ 2-3 കൊല്ലത്തേക്ക് അല്പാരിഷ്ടതകൾ, സ്ഥാനമാറ്റമോ കവരോഗങ്ങളോ വാതരോഗങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അരിഷ്ടതയൊക്കെ ഉണ്ടാക്കും. അതിനുശേഷം അനുഭവങ്ങൾ ഉണ്ടാക്കും. ഏതാണ്ട് 35 വയസ്സിന് ശേഷം 19 കൊല്ലം ശനിദശ. ഈ ശനിദശാകാലത്ത് കുടുംബ ഉന്നതി, സന്താനങ്ങൾക്ക് പഠന ഉന്നതി, ഐശ്വര്യം, ധനധാന്യാദി കീർത്തി, പൂർവിക സ്വത്തിന്റെ ലാഭം, പഠനം ബാക്കി വച്ചിട്ടുള്ളവർക്ക് കുറച്ച് മാറി നിന്ന് പഠിക്കാനുള്ള യോഗം, സാങ്കേതിക പഠനങ്ങൾ, സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ പുഷ്ടിയും തൊഴിലിൽ നിന്നുള്ള ലാഭങ്ങളും ഉണ്ടാക്കും. ഈ ശനിദശയുടെ സല്ലനുഭവ സിദ്ധിക്ക് വേണ്ടി സാസാവിന് നീലാഞ്ജനം, കുടുംബദേവതാ പ്രീതി, അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം ഇവയെല്ലാം നടത്തുന്നത് ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞാൽ 17 കൊല്ലം ബുധദശ. ശനിദശയിൽ ചിലർക്ക് ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബുധദശ അതിനെ മാറ്റി നല്ല രീതിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ കണക്കെടുത്തോളണം. ഈ 17 കൊല്ലം ബുധദശയിൽ സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ, ഉന്നത ഗ്രഹനിർമ്മാണം, വിദേശ സ്വദേശവാസം, ലക്ഷ്മി ദേവിയുടെ കടാക്ഷം, ധനം, ധാന്യം, കീർത്തി, സൽസന്താനാദി ഗുണവും അവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ, പുത്രപൗത്രാദി സൗഖ്യവും അനുഭവയോഗമാകുന്നു. അത് കഴിഞ്ഞാൽ വരുന്നത് 7 കൊല്ലം കേതുദശ. കേതുദശയിൽ അല്പ അരിഷ്ടതകൾ, പ്രത്യേകിച്ച് ത്വക്ക് രോഗം, സ്ഥാനമാറ്റം, കവരോഗങ്ങൾ എന്നിവ ഉണ്ടാകും. ചിലർക്ക് കേതു നന്നായിരിക്കും. കർമ്മസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും ലാഭസ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന കേതു നന്നായിരിക്കും. ചിലർക്ക് അല്പ പ്രയാസങ്ങൾ ഉള്ള രാശികളിൽ നിൽക്കും. എന്നിരുന്നാലും കേതു ഏത് വേണ്ടെന്നുള്ള ഒരു ചെല്ലുണ്ടല്ലോ, ചെറിയ ചെറിയ മനപ്രയാസങ്ങൾ ഇടവിട്ടുണ്ടാക്കും. കേതു ഭഗവാന് തൃപ്തിക്ക് വേണ്ടി സർപ്പാരാധന, ഗണപതി പ്രീതി, മുരുകപ്രീതി, മുരുകന് പഞ്ചാമൃതാഭിഷേകം എന്നിവ നൽകി ദശയുടെ ദോഷങ്ങൾ മാറ്റണം. ശേഷം 20 കൊല്ലം ശുക്രദശ. ശുക്രൻ ഏറ്റവും നല്ല ഗ്രഹമാണല്ലോ. ശുക്രദശാകാലത്ത് കുടുംബസുഖം, ബന്ധുസൗഖ്യം, സന്താന സൗഖ്യം, പുത്രപൗത്രാദി സൗഖ്യം, എഴുത്തുകാരാണെങ്കിൽ അവർക്ക് എഴുതാനുള്ള അവസരങ്ങൾ, മറ്റ് എഞ്ചിനീയറിംഗ് മറ്റ് തൊഴിൽ ചെയ്യുന്നവർക്ക് വീട്ടിലിരുന്ന് റെസ്റ്റും ഒപ്പം എഴുത്തുകുത്തുകൾ ചെയ്യുവാനുള്ള ഭാഗ്യവും, പിന്നെ അതുപോലെ തന്നെ ഗാനരചയിതാക്കൾക്ക് വീട്ടിലിരുന്ന് എഴുതുവാനുള്ള യോഗവും ഭാഗ്യങ്ങളും ഉണ്ടാകും. അല്ലാതെ സാമാന്യ ഉള്ളവർക്കും ശുക്രദശ ദോഷം ചെയ്യുകയില്ല. ശുക്രൻ ഏത് ഭാഗത്ത് നിന്നാലും മനുഷ്യന് ഒരു സാമ്പത്തികമായും മാനസികമായും കുടുംബപരമായും ഉല്ലാസങ്ങൾ നൽകപ്പെടും. ശുക്രദശ കഴിഞ്ഞാൽ ആദിത്യൻ അങ്ങോട്ട് ഇനി നമ്മൾ പ്രതീക്ഷിക്കില്ല. ഇത്രയും ദശകൾ മകയിര നക്ഷത്ര ജാതകർക്ക് നിശ്ചയമായും കിട്ടും. ചില സന്ധികൾ വരുമ്പോൾ അത് കണക്കാക്കിയുള്ള പൂജ അടുത്ത ആചാര്യന്മാരിൽ നിന്ന് അനുഗ്രഹം വാങ്ങി ചെയ്തു കൊള്ളുക. ചൊവ്വാദശയിൽ ജനിക്കുന്നത് കൊണ്ടും അവരുടെ ബർത്ത് സ്റ്റോൺ പൗഴമാണ്. രാഹു ദശയ്ക്ക് ഗോമേതകവും, വ്യാഴദശയിൽ പുഷ്യരാഗവും, ശനിദശയിൽ ഇന്ദ്രനീലവും, ബുധന് മരതകവും,
കേതു ദശയ്ക്ക് വൈദൂര്യവും ശുക്രന് വൈരക്കല്ലും ധരിക്കുക. ഞാനീ പറയുന്നത് ഒരു മകര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുഫലങ്ങളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ദശകൾ മോശമായിരിക്കും. അത് ജാതക നിർണയം കൂടെ ചെയ്ത് മാത്രമേ നമുക്ക് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തൽക്കാലം നിർത്തുന്നു. അടുത്ത ദിവസം അടുത്ത നക്ഷത്രത്തെ പറ്റി പറയാം. എന്ന് മലയൻകീഴ് ജ്യോത്സ്യൻ, മലയൻകീഴ് പുരുഷോത്തമൻ.